അനധികൃത കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പി.വി. അൻവറിനെതിരായ പരാതിയിൽ ആലുവ എടത്തല പഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസ് പരിശോധന. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിജിലൻസ് ശേഖരിക്കുകയാണ്. കെട്ടിട നിർമ്മാണത്തിന് അനുമതിയില്ലെന്ന് പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം വിജിലൻസിന് മറുപടി നൽകിയിരുന്നു. എസ് ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനുമതിയില്ല എന്ന് തന്നെയായിരുന്നു പഞ്ചായത്തിന്റെ നിലപാട്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്താണോ രേഖകളടക്കം ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്? ദിവ്യ, അതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ വിജിലൻസ് വിശദമായ പരിശോധനകളിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഞാൻ നിൽക്കുന്ന ഈ ആലുവ വില്ലേജിൽ ഉൾപ്പെട്ട 11.46 ഏക്കർ ഭൂമിയാണ് വിവാദ ഭൂമി. അത് പാട്ടാവകാശം മാത്രമുള്ള ഭൂമിയാണ്. അത് അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് പോക്കുവരവ് നടത്തി പി.വി. അൻവർ സ്വന്തമാക്കി എന്നുള്ള പരാതിയാണ് ഉയർന്നിരുന്നത്. ഒപ്പം തന്നെ ഈ ഭൂമി ഈടായി വെച്ചുകൊണ്ട് കോയമ്പത്തൂരിൽ നിന്ന് അനധികൃത വായ്പ എടുത്തു എന്നുള്ള പരാതിയും അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നതാണ്. ഇതിലാണ് കൊല്ലം സ്വദേശിയായ മുരുകേഷ് നൽകിയ പരാതിയിൽ ഇപ്പോൾ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. അങ്ങനെ വിജിലൻസിന്റെ തിരുവനന്തപുരം യൂണിറ്റാണ് ഇപ്പോൾ എടത്തല പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പഞ്ചായത്ത് അധികൃതരോട് ഇത് സംബന്ധിച്ച വിവരം തേടിയിരുന്നതാണ്. അതായത് ഈ ഭൂമി സ്വന്തമാക്കിയതിനു ശേഷം അവിടെ ഒരു കെട്ടിട നിർമ്മാണത്തിലേക്കും അൻവറിന്റെ കമ്പനി കടന്നിരുന്നു. അപ്പോൾ അതിന് അനുമതി ഉണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. അപ്പോൾ പഞ്ചായത്ത് അധികൃതർ നൽകിയ മറുപടി അത്തരത്തിൽ അനുമതി ഇല്ലാതെയാണ് അവിടെ കെട്ടിട നിർമ്മാണം നടക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിവരശേഖരണമാണ് ഇപ്പോൾ പ്രധാനമായും വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തുടരുന്നത്. ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ സെക്രട്ടറിയെ കാണുകയാണ്, പഞ്ചായത്ത് സെക്രട്ടറിയെ കാണുകയാണ്. അദ്ദേഹവുമായി കൂടിയാലോചന അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഈ തൊട്ടപ്പുറത്തുള്ള ഈ വിവാദ ഭൂമിയിലും എത്തി പരിശോധനകൾ നടത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എത്രയും വേഗത്തിൽ തന്നെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശമാണ് സർക്കാർ തലത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരത്തിലൊരു മറുപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വിജിലൻസ് വലിയ രീതിയിലുള്ള പരിശോധനകളിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എടത്തല ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടത്തുന്ന പരിശോധനകളാണ്. ഈ അനധികൃത കെട്ടിട നിർമ്മാണം അത് സംബന്ധിച്ചുള്ള രേഖകളടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് പരിശോധിച്ച ശേഷമായിരിക്കും മടങ്ങുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ദിവ്യ, യെസ്, ഇവിടെ രേഖകൾ പരിശോധിക്കുന്നതിൽ മാത്രമേ കടന്നിട്ടുള്ളൂ ശരൺ, അതോ പഞ്ചായത്ത് അധികൃതരുടെ അടക്കം മൊഴിയെടുപ്പും ഉണ്ടായേക്കുമോ? വിജിലൻസിന്റെ തിരുവനന്തപുരം യൂണിറ്റിലുള്ള 4 ഉദ്യോഗസ്ഥരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ സെക്രട്ടറിയുടെ ഓഫീസിലാണ്, പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിലാണ് വിജിലൻസിന്റെ ഒരു സംഘം ഉള്ളത്. അവർ ഈ സെക്രട്ടറിയിൽ നിന്ന് മൊഴിയെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അനധികൃത കെട്ടിട നിർമ്മാണം എന്നുള്ള കാര്യം പഞ്ചായത്ത് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അത് സംബന്ധിച്ചുള്ള വിവരശേഖരണം അല്ലെങ്കിൽ മൊഴിയെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സെക്രട്ടറിയിൽ നിന്ന് മൊഴിയെടുക്കുന്നു. ഇതിന് പുറമെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും മൊഴിയെടുക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ വിവാദ ഭൂമിയിലേക്ക് പോവുക. ഏതായാലും 11.46 ഏക്കർ ഭൂമിയാണ് ഇത്തരത്തിൽ പാട്ടാവകാശം മാത്രമുള്ള ഭൂമിയാണ്. അതാണ് പിന്നീട് അനധികൃതമായി നിയമവിരുദ്ധമായിട്ട് പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയെന്നുള്ള പരാതി ഉയർന്നിരുന്നത്. ഇതിൽ നടക്കുന്ന പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ മൊഴിയെടുപ്പും ഈ രേഖകൾ പരിശോധിക്കാൻ അടക്കമുള്ള നടപടികളിലേക്കും വിജിലൻസ് സംഘം കടന്നിരിക്കുന്നത്. യെസ്, ഇതിൽ ഈ വിവാദത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം എന്ന ആരോപണത്തിൽ അൻവറിന്റെ വിശദീകരണം എന്തായിരുന്നു? അങ്ങനെ യാതൊരു തരത്തിലുമുള്ള അനധികൃത സ്വത്ത് സമ്പാദനത്തിന് താൻ മുതിർന്നിട്ടില്ല, ഈ രീതിയിലല്ല നിർമ്മാണം എന്നായിരുന്നില്ലേ അൻവറിന്റെ വിശദീകരണം? അവിടേക്ക് പോകുന്നുണ്ടോ വിവാദ ഭൂമിയിൽ? യെസ്, വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം തേടുകയായിരുന്നു. പക്ഷേ അവർ കൃത്യമായി കാര്യങ്ങൾ പറയാൻ തയ്യാറായിട്ടില്ല. ശരൺ, അവർ അവിടെ പരിശോധന പൂർത്തിയാക്കി മടങ്ങുകയാണോ? ഇവിടുത്തെ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ദിവ്യ. അങ്ങനെ വിജിലൻസ് സംഘം ഈ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് മടങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിജിലൻസിന്റെ തിരുവനന്തപുരം യൂണിറ്റിലുള്ള 4 ഉദ്യോഗസ്ഥരാണ്, ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 4 ഉദ്യോഗസ്ഥരാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. അവർ പ്രധാനമായും ഇവിടെ എത്തിയ ശേഷം ഈ അനധികൃത കെട്ടിട നിർമ്മാണം സംബന്ധിച്ചുള്ള വിവരശേഖരണത്തിലേക്കാണ് കടന്നിരുന്നത്. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഇത്തരത്തിലൊരു മറുപടി നൽകിയ സാഹചര്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുമായി സംസാരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് വിവരശേഖരണം നടത്തിയ ശേഷമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുന്നത്. എന്തായാലും നമ്മൾ പലവിധ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നതാണ്. പക്ഷേ യാതൊരു വിധത്തിലും അത് പ്രാഥമിക അന്വേഷണമാണോ എന്നടക്കമുള്ള പല കാര്യങ്ങളും ചോദിച്ചെങ്കിലും
ചോദിച്ചെങ്കിലും യാതൊരുവിധ മറുപടിയും വിജിലൻസ് സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഈ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കേസ് എടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ വിജിലൻസ് തീരുമാനമെടുക്കുക. സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അതിവേഗത്തിൽ തന്നെ വിജിലൻസ് ഡയറക്ടർക്ക് നൽകാനുള്ള നീക്കം കൂടിയാണ് ഇപ്പോൾ ഈ സംഘം നടത്തുന്നത്. എന്തായാലും ഈ വിവാദ ഭൂമിയിലേക്ക് ഇവർ ഈ വിവാദ ഭൂമി കൂടി സന്ദർശിക്കില്ലേ ഇന്ന്? നടത്തുമെന്നു അത് വിജിലൻസ് സംഘത്തോട് ചോദിച്ചപ്പോൾ അതിൽ അവർ മറുപടി നൽകാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ യൂണിറ്റാണ്. സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ മൊഴിയെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ ഇനി അവിടേക്ക് കൂടി നീങ്ങുമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ വിജിലൻസ് സംഘം ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ഭൂമിയാണ്. ഏകദേശം ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് പഞ്ചായത്ത് ഓഫീസിന്റെ 5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ വിവാദ ഭൂമിയുള്ളത്. വിജിലൻസ് സംഘം ഇവിടെ നിന്ന് അവിടേക്ക് നീങ്ങുന്നതാണ് കാണാൻ കഴിയുന്നത്. പോലീസ് വാഹനത്തിലാണ് അവർ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ കൂടി മറ്റൊരു വാഹനത്തിൽ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ദിവ്യ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ വിവാദ ഭൂമിയിലേക്ക് എത്തി പരിശോധന വിജിലൻസിന് ആവശ്യമായ വിവരങ്ങൾ നൽകുക എന്നൊരു ലക്ഷ്യം കൂടിയാണെന്നുള്ളതാണ്. യെസ്, അനധികൃത കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട PV അൻവറിനെതിരായ പരാതിയിലാണ് ആലുവ എടത്തല പഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയത്. അവിടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. സ്ഥലം കൂടി സന്ദർശിക്കും എന്നാണ് അറിയുന്നത്. വിവരങ്ങളാണ്